ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് കോട്ടൺ കുർത്തിയാണ്. യോക്ക് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നാലായിട്ട് മെറ്റീരിയൽ മടക്കിയിടുക. അതിനുശേഷം എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. 45 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിന് വേണ്ടി 47 ഇഞ്ച് എക്സ്ട്രാ 2 ഇഞ്ച് കൂട്ടി ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ടൊന്നിങ്ങനെ വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ആദ്യമേ അപ്പോൾ ഷോൾഡർ 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. താഴെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി ഇതുപോലെ ഒന്ന് 6.5 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കിട്ടാനാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വെച്ചിട്ട് ആം ഹോളിനെ 6.5 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് നീളത്തിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 4 അടയാളപ്പെടുത്തുക. 4 അടയാളപ്പെടുത്തി എക്സ്ട്രാ 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ വേസ്റ്റ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. വേസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 13.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഇറക്കം 21 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 21.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വേസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ 4 മാർക്ക് ചെയ്യുക. അതിനോടൊപ്പം റൗണ്ട് എത്രയാണോ അതിൻ്റെ 4 മാർക്ക് ചെയ്യുക. അതിനോടൊപ്പം ഇവിടെ സ്ലിറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രയാണ് തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ പോയിൻ്റ് എല്ലാം കൂടി ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് മെഷർമെൻ്റ് ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ ഉള്ള മെഷർമെൻറ്റ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ആം ഹോൾ റൗണ്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മുകളിലോട്ട് മാറ്റിയിട്ടിട്ട് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് സ്ലിറ്റിൻ്റെ വീതി കുറച്ച് വലുതായിട്ടുള്ള അതായതുകൊണ്ട് സ്ലിറ്റിൻ്റെ വീതി 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 12 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതിയാകും സാധാരണ അളവിനൊക്കെ. അപ്പോൾ ഇതൊരു 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം എക്സ്ട്രാ ആ ലൈനിൽ കൂടി ഇങ്ങോട്ടേക്ക് ഇതുപോലെ വെച്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നെക്കിന് സ്ലോപ്പ് ഇടാനായിട്ട് 3.25 ഇഞ്ച് നെക്ക് വിത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ടാണ് ഞാൻ സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഷോൾഡർ അനുസരിച്ച് സ്ലോപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ട് ആം ഹോളൊന്ന് എക്സ്ട്രാ ഒരു ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടാനായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുക.
അങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അതിനുശേഷം ബാക്ക് പാർട്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് 4 ഇഞ്ച് ലെങ്ത്തിൽ 3.25 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ബോക്സ് പോലെ വരച്ചിട്ട് നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 3/4 സ്ലീവായിട്ടാണ് കട്ട് ചെയ്യണത്. 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് താഴത്തോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതുപോലെ ഒന്ന് ചരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക. അതിന് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് താഴേക്ക് 1/2 ഇഞ്ച് താഴ്ത്തി വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴത്തെ സ്ലീവിൻ്റെ വിത്തിൻ്റെ ഒപ്പം എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹാം ഹോളിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ഇതുപോലെ വെച്ച് അളന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോളിൻ്റെ വശം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 4 ഇഞ്ച് ഉള്ളിലോക്കാക്കി ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. കറക്റ്റായിട്ട് അത് ഫ്രണ്ട് പാർട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കണം. അതിനുശേഷം ഫ്രണ്ട് പാർട്ട് യോക്ക് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നെക്ക് ഷോൾഡർ മൊത്തം 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം 13 ഇഞ്ച് ഇതുപോലെ ഒന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ താഴെ 3.5 ഇഞ്ച് സ്ട്രെയിറ്റായിട്ട് 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ലെങ്ത്ത് 6.25 ഇഞ്ച് ആണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ സ്ലോപ്പിൻ്റെ ഉൾപ്പെടെയാണ് ഒന്ന് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം 3.25 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ബോക്സ് പോലെ വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് അതിനുശേഷം ഇവിടെ നിന്ന് ഈ പോയിൻ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 5 ഇഞ്ചിൽ നിന്ന് 3.5 ഇഞ്ചിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഷേപ്പ് ഒന്ന്
വരച്ചു കൊടുക്കുക. റൗണ്ടിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ക്രോസ് പീസാണ് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് പീസ് വെച്ച് നെക്കിൽ ബാക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ ക്യാൻവാസ് ഇതുപോലെ ഒരു തുണിയിൽ വെച്ചിങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത സ്ഥലത്ത് ക്യാൻവാസിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉള്ളിൽ നല്ല വശത്തോട്ട് ഇതുപോലെ മറിച്ചെടുക്കുക. ഇതുപോലെ മറിച്ചെടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ക്യാൻവാസിലെ മെറ്റീരിയൽ നീളത്തിലാണ് ചുരിദാറിൻ്റെ മെറ്റീരിയൽ ലൈൻ വന്നിരിക്കുന്നത്. ക്യാൻവാസിൽ ഉള്ള മെറ്റീരിയൽ വട്ടം വരത്തക്ക രീതിയിലാണ്. അത് വീഡിയോയിൽ കാണാൻ പറ്റില്ല, പക്ഷെ മെറ്റീരിയൽ അങ്ങനെയാണ് ഇത് യോക്ക് വെച്ചിരിക്കുന്നത്. അതിനുശേഷം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ഇതുപോലെ വെച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കി വേണം പിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലോട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കണം. ഇതുപോലെ ഒന്ന് വെച്ച് പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ മെറ്റീരിയലിൻ്റെ സൈഡിലുള്ള പീസാണിത്. അത് മുന്നേ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കണമായിരുന്നു. അപ്പോൾ പീസ് പോലെ ഉണ്ടായിരുന്നതാണ്. അതിതുപോലെ ഒന്ന് മടക്കി ഉള്ളിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതിക്കനുസരിച്ച് അത് മടക്കി ആ ഡിസൈൻ്റെ അനുസരിച്ച് ഒന്ന് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചുള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് യോക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പാർട്ട് ഇതുപോലെ ക്രോസ് പീസും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ആ ക്രോസ് പീസിൻ്റെ ഉള്ളിലോട്ട് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ക്രോസ് പീസ് ഇതുപോലെ മടക്കി ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഷോൾഡർ സ്ലീവിന് അതുപോലെ ആ പീസ് സ്ലീവിൽ ഇതുപോലെ വെച്ച് ആ ഡിസൈൻ കറക്റ്റാക്കി ഇങ്ങനെ ഉള്ളിലോട്ടാക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവും. അതിനുശേഷം സ്ലീവ് കറക്റ്റ് ആ ഫ്രണ്ട് പാർട്ട് ആ മാർക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റ് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെത് കറക്റ്റ് ഫ്രണ്ട് സൈഡിൽ തന്നെ കുഴിച്ച് വെട്ടിയിരിക്കുന്ന വരത്തക്ക രീതിയിൽ കറക്റ്റായിട്ടൊന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറ്റേ സൈഡിലെ സ്ലീവും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. സ്ലീവിലും അത് രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്യുക. രണ്ട് സൈഡ് ഷേപ്പ് ചെയ്ത് ആ സ്ലിറ്റിൻ്റെ അവിടെ ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ മടക്കി സ്ലിറ്റ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും താഴെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാണ് കുർത്തിയുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണ്. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.